കേരള ഇസ്ലാമിക് ഫൗണ്ടേഷന്റെ ബഹുമാന്യരായ നേതാക്കൾ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി മഹത്വമേറിയ ഖുർആൻ വചനങ്ങൾ എന്ന ചർച്ചയിലാണ് നാം തുടങ്ങി. അതിന്റെ തുടർച്ചർച്ചയിനിടയിൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രാധാന്യവും അനുബന്ധമായ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കേവർക്കും പരിചയമുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നതാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. പരിശുദ്ധത്തിന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമായ തൗഹീദിനെ വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ നബിയേ, അങ്ങ് പ്രഖ്യാപിക്കുക, ഹുവ വസ്തുത, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നതാണ്. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാവുന്നു. എന്താണ് അല്ലാഹു അഹദ് എന്നതിനും അല്ലാഹു സ്വമദ് എന്നതിനും ബഹുമാന്യരായ ഉലമാക്കൾ നൽകിയ വ്യാഖ്യാനം. അഹദ് എന്ന ഖുർആൻ, അഹദ് എന്ന അറബി പദം എവിടെയാണ് ഉപയോഗിക്കുക എന്നത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. അഹദ് എന്ന് പറയുമ്പോൾ സത്തയിലും വിശേഷ ഗുണങ്ങളിലും പ്രവൃത്തികളിലും തുല്യനായി ആരും ഇല്ലാത്ത ഒരുവനെ കുറിച്ചാണ് അഹദ് എന്ന് പറയുക. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ ഖുൽ നബിയേ, അങ്ങ് പറയുക, അങ്ങ് പ്രഖ്യാപിക്കുക, ഹുവ വസ്തുതയാവുന്നത് അല്ലാഹു അഹദ് എന്നതാവുന്നു. ഒരു പരമമായ വസ്തുത പറയാനുള്ളത് അല്ലാഹു അഹദാണ് എന്ന്. അല്ലാഹുവിന്റെ സത്തയിലോ അല്ലാഹുവിന്റെ വിശേഷ ഗുണങ്ങളിലോ അല്ലാഹുവിന്റെ പ്രവൃത്തിയിലോ തുല്യമില്ലാത്ത ഒരുവനാകുന്നു എന്ന്. അതിനെ തുടർന്നുകൊണ്ട് പറഞ്ഞു, അതിന്റെ വിശദീകരണമായാണ് അടുത്ത ആയത്തുകൾ വരുന്നത്. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ് ആകുന്നു എന്ന്. എന്താണ് ഈ സ്വമദ് എന്നതിന്റെ വിവക്ഷ? ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരിച്ചത്, അല്ലാഹു സ്വമദാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരു കാര്യത്തിലും ഒരു സമയത്തും മറ്റൊരാളെ ആശ്രയിക്കാത്തവനാകുന്നു. എന്നാൽ മറ്റു അഖില ചരാചരങ്ങളും സദാസമയവും അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഒരു കാര്യത്തിലും ഒരു സമയത്തും മറ്റൊന്നിനെ ആശ്രയിക്കാത്തവനാകുന്നു. മറ്റു അഖില വസ്തുക്കളും സദാസമയവും അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹു സ്വമദ് എന്നതിന്റെ വിവക്ഷ. അല്ലാഹു സ്വമദാകുന്നു എന്നത് ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ അടിസ്ഥാന സിദ്ധാന്തം. അഥവാ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് അല്ലാഹു സ്വമദ്. ലോക മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണ്. ആത്യന്തികമായി അന്തിമ വിശകലനത്തിൽ മുഴുവൻ ശക്തികളും അല്ലാഹുവിൽ നിക്ഷിപ്തമാകുന്നു എന്നർത്ഥം. അതൊരു പ്രവാചകനാണെങ്കിലും ഒരു വലിയാണെങ്കിലും മറ്റേതൊക്കെ വസ്തുക്കളാണെങ്കിലും അന്തിമ വിശകലനം നടത്തിയാൽ മുഴുവൻ ശക്തികളും അല്ലാഹു നിക്ഷിപ്തമാകുന്നു. കാരണം അല്ലാഹു അല്ലാത്ത മറ്റു അഖില ചരാചരങ്ങളും സദാസമയവും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. എന്നാൽ ശക്തി മുഴുവനും അല്ലാഹുവിനെ മാത്രമാകുന്നു എന്നർത്ഥം. ഇതാണ് അല്ലാഹു സ്വമദ് എന്നതിന്റെ താല്പര്യം. ഇതാണ് അല്ലാഹു സ്വമദ് എന്നതിന് ബഹുമാന്യരായ ഉലമാക്കൾ കൊടുത്ത വിശദീകരണം. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിമാണ് യഥാർത്ഥ തൗഹീദിന്റെ യഥാർത്ഥ വിശ്വാസത്തിന്റെ അനുയായി. തുടർന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലം യലിദ് വലം യൂലദ്. ലം യലിദ്
അവൻ സന്താനങ്ങളെ ഉത്പാദിപ്പിച്ചിട്ടില്ല. വലം യൂലദ് അവൻ ഒരു സന്താനമായി ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തത്തുല്യമായി മറ്റൊന്നും തന്നെ ഇല്ല. ഇതാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക അല്ലാഹു അഹദാകുന്നു. അല്ലാഹു അഹദാകുന്നു എന്നതിന്റെ അല്ലാഹു അവന്റെ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തികളിലും തുല്യതയില്ലാത്തവനാകുന്നു. അല്ലാഹു സ്വമദാകുന്നു. സമദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഒരു വസ്തുവിലും ഒരു കാര്യത്തിലും ഒരു സമയത്തും മറ്റാരെയും ആശ്രയിക്കാത്തവനാകുന്നു. അല്ലാഹുവിനകത്ത് സകല ചരാചരങ്ങളും സദാസമയവും അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ലം യലിദ് അല്ലാഹു സന്താനം ഉത്പാദിപ്പിച്ചിട്ടില്ല. വലം യൂലദ് അല്ലാഹു ഒരു സന്താനമായി ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തത്തുല്യമായി മറ്റൊന്നും തന്നെയില്ല. ഈ സൂറത്തിന്റെ അർത്ഥം അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര വലിയ തൗഹീദിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദ് അല്ലാഹു അവതരിപ്പിക്കാൻ ഒരു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. സബബ് നുസൂലായി ഈ ആയത്തിറങ്ങി സൂറത്തിറങ്ങാനുള്ള കാരണങ്ങളായി ബഹുമാനപ്പെട്ട ഉലമാഅ് ഒരുപാട് കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിശദീകരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സത്യനിഷേധികൾ അവരുടെ ഇലാഹ് തരാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് അല്ലാഹുവിനെ മാത്രം ആരാധന ചെയ്യണം എന്ന് പറഞ്ഞ അവർ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അവർ ആമിർ ഇബ്നു തുഫൈൽ എന്ന വ്യക്തിയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അയക്കുകയും എന്നിട്ട് ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറണമെന്ന് അറിയിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് പരിപൂരിത പദ്ധതിവൻ മുഹമ്മദ് നീ ഒരു പദ്ധതിയാണെങ്കിൽ, നീ ഒരു ദരിദ്രനാണെങ്കിൽ അവനെ ഇതിനകത്ത് ഞങ്ങൾ നിനക്ക് സമ്പത്ത് നൽകാം, ഞങ്ങൾ നിനക്ക് സമ്പത്ത് നൽകി നിന്നെ സമ്പന്നനാക്കാം. വൈകുണ്ഠ മജ്നൂനൻ മുഹമ്മദ് നീ ഒരു ഭ്രാന്തനാണെങ്കിൽ ദാവയിനാക്കാം, ഞങ്ങൾ നിന്നെ ചികിത്സിച്ച് സുഖപ്പെടുത്താം. വൈൻ ഹവൈത്തൻ നീ വല്ല സ്ത്രീകളെയും വിവാഹം ചെയ്യുവാൻ വേണ്ടിയാണോ ഇങ്ങനെ പുതിയ സിദ്ധാന്തവുമായി മുന്നോട്ട് വരുന്നത് എങ്കിൽ ദമ്പതിനാത്ത അത്തരം സുന്ദരികളായ സ്ത്രീകളെ നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം. നീ ഈ ദൗത്യം പിന്മാറണം. ഇതുവരെയും ധാരാകാലങ്ങളിലായി നമ്മുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു പോരുന്ന ബഹുദൈവ ആരാധന എതിർത്തുകൊണ്ട് സമൂഹത്തിൽ വിദ്രോഹ ഉണ്ടാക്കുന്നത് മുഹമ്മദ് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ലസ്തു ബിഫഖീരിൻ ഞാനൊരു ദരിദ്രനല്ല, വലാ മജ്നൂനിൻ ഞാനൊരു ഭ്രാന്തനുമല്ല, വലാ ഹവൈത്തുൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുവാൻ വേണ്ടി ഇങ്ങനെ ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയും അല്ല. അന റസൂലുള്ളാഹി ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാകുന്നു. അതോടൊപ്പം ഇബാദത്തിലസ്നാമി ഈ ബഹുദൈവ ആരാധകന് ഈ ബഹുദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു ഇബാദത്തി അല്ലാഹുവിനെ മാത്രം ആരാധന ചെയ്യണം, ഇബാദത്ത് മുഴുവനും അല്ലാഹുവിന് സമർപ്പിക്കണം എന്ന സുന്ദരമായ സിദ്ധാന്തത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ തൗഹീദ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച പ്രവാചകനാകുന്നു ഞാൻ. അല്ലാതെ ഞാനൊരു മജ്നൂനോ ഞാനൊരു ഭ്രാന്തനോ ഞാനൊരു പപ്പയോ ഞാനൊരു സ്ത്രീകൾ വിവാഹം ചെയ്യുവാനായി ആഗ്രഹിച്ച് ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയോ ചെയ്യുകയല്ല എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും അവർ ആനരത്തിന് തുക്കലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഖുൽ ലഹു മുഹമ്മദിനോട് നീ പറ ബദീലന ദീന മഅബൂദിക നിന്റെ മഅബൂദിന്റെ നീ ആരാധന ചെയ്യണമെന്ന് പറയുന്ന ഇബാദത്ത് അർപ്പിക്കണമെന്ന് പറയുന്ന ആ ഇലാഹിനെ ഒന്ന് വിശദീകരിച്ചു തരുമോ, അതിന്റെ
അതിന്റെ രൂപവും അതിന്റെ ഭാവവും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, അതിൽ ഔഷധം നീ പറയുന്ന ഈ ഇരാട്, നീ പറയുന്ന ഈ ആരാധ്യ വസ്തു അത് റഹദാണോ, സ്വർണമാണോ, അതോ വെള്ളിയാണോ എന്ന് ചോദിക്കുകയാണ്. സ്വർണമാണോ നിന്റെ ഇരാട്, വെള്ളിയാണോ നിന്റെ ഇരാട് എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുന്ന സമയത്ത് അപ്പോഴാണ് അല്ലാഹു ഈ ആയത്ത് ഇറക്കുന്നത്. നബിയെ അങ്ങ് പറഞ്ഞു കൊടുത്തു, വസ്തുത അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നതാകുന്നു, അല്ലാഹു അഹദ് എന്നതാണ് വസ്തുത എന്ന് നബിയെ അങ്ങ് പ്രഖ്യാപിച്ചോളൂ, അങ്ങ് സമൂഹത്തിന് മുമ്പിൽ ഉറപ്പ് പറഞ്ഞോളൂ എന്ന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയായിട്ടും അവർ സത്യത്തെ സ്വീകരിക്കുവാൻ അവർ തയ്യാറായില്ല. അങ്ങനെ ആയപ്പോൾ ചോദിച്ചു, ഞങ്ങൾക്ക് 360 ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്കുണ്ട് സലാത്തിന് എത്തുള്ള പൂർണ്ണമാണ്, ഞങ്ങൾക്ക് 360 ദൈവങ്ങളുണ്ട്, 360 ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ 360 ദൈവങ്ങൾ പോലും ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനൊക്കെ ഒരൊറ്റയില്ലാതെ ഒരൊറ്റ ദൈവം എല്ലാ ജനങ്ങളുടെയും സർവ്വജനാശയങ്ങളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ഒരു ദൈവം മതി എന്നാണോ മുഹമ്മദ് പറയുന്നത് എന്ന് പറഞ്ഞവർ അറിയാവുകയായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വിശുദ്ധ ഖുർആനിലെ തൗഹീദുകൾ പല രീതിയിലായി അല്ലാഹു വിശദീകരിക്കുന്നത്. അഥവാ തൗഹീദ് എന്താണ്, അല്ലാഹു ഏതാണ്, അല്ലാഹുവിനുള്ള വിശ്വാസം എന്താണ് എന്നിങ്ങനെ ചില ചോദ്യങ്ങൾ വരുന്ന സമയത്താണ്, സമൂഹത്തിന്റെ ചർച്ച വരുന്ന സമയത്താണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്ന് നോക്കുമ്പോൾ ഈ ഖുർആനിന്റെ ഈ സൂറത്തിന്റെ മാഹാത്മ്യം എത്രമാത്രം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ലോക ജനതയ്ക്ക് തൗഹീദ് പഠിപ്പിക്കുവാനായി ലോക സമൂഹത്തിന് അല്ലാഹുവിന്റെ യഥാർത്ഥ വിശ്വാസം ആരാണ് യഥാർത്ഥ ഇലാഹ് എന്ന് പഠിപ്പിച്ച ഈ സൂറത്ത് ഇതിന് വലിയ മാഹാത്മ്യം ബഹുമാനപ്പെട്ട ഉലമാ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഖുർആന്റെ ഈ സൂറത്തിന്റെ പാരായണത്തിന് നിരവധി മാഹാത്മ്യങ്ങൾ ബഹുമാനപ്പെട്ട ഉലമാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉൽ ഹദീസിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അതുപോലെ അതേ ഹദീസ് തന്നെ ഇമാം തബ്റാനി തന്റെ മുഅ്ജം സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നസാഇ തന്റെ സുനൻ നസാഇൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മർറതൻ വാഹിദ, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ അവൻ ഖുർആനിന്റെ 3 ഭാഗം പൂർത്തിയാക്കിയവനെ പോലെയാകുന്നു, ഖുർആനിന്റെ 1 ഭാഗം പാരായണം ചെയ്തവനെ പോലെയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉലമാഇന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മർറതൻ വാഹിദ, ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ ഫകഅന്നമാ ഖറഅ സുൽത്തുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ഓതിയതുപോലെയാകുന്നു എന്ന് പറയാൻ അത്ര വലിയ മഹാത്മ്യം ഈ സൂറത്തിനുണ്ട് എന്നത് ഇതിന്റെ വിശ്വാസത്തിന്റെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാന പ്രമാണമായ തൗഹീദ് അവതരിപ്പിച്ച സൂറത്താണ് എന്നതുകൊണ്ടാണ്. തുടർന്ന് ഹദീസിന്റെ തുടർച്ചയായിക്കൊണ്ട് കാണാം, മൻ ഖറഅ മർറതൈനി, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 2 പ്രാവശ്യം ഓതിയാൽ ഫകഅന്നമാ ഖറഅ സുൽത്തുൽ ഖുർആനി, ഖുർആനിന്റെ 2 ഭാഗം ഓതിയവനെ പോലെയാണ്. പിന്നെ തുടർന്ന് പറഞ്ഞു, മൻ ഖറഅനാ സലാസൻ, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ഫകഅന്നമാ ഖറഅൽ ഖുർആന കുല്ലഹു, ഖുർആൻ മുഴുവനായി ഓതിപ്പിച്ചവനെ പോലെയാവുന്നു. ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ 1/3 ഓതിയതുപോലെ, 2 പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ 2 ഭാഗം ഓതിയതുപോലെ, 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിപ്പിച്ചവനെ പോലെ. ഇത്ര വലിയ പദവി, ഇത്ര വലിയ പദവി സാക്ഷര ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ സൂറത്തിലുണ്ട് എന്ന് നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ മഹാത്മ്യം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഇതിന്റെ എത്രമാത്രമാണ് ഇതിന്റെ മഹത്വമെന്ന് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. നോക്കൂ, വേറെ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ തന്റെ വിശദീകരണത്തിൽ തന്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം.
മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മററത്തൻ വാഹിദ, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ ഉഅ്തിയ മിനൽ അജ്രി കമൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി എന്ന്. ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ സൂറത്തിന്റെ ഇഖ്ലാസ് ഒറ്റ പ്രാവശ്യം ഓതിയാൽ ഉഅ്തിയ മിനൽ അജ്രി അവന് പ്രതിഫലമായി നൽകപ്പെടും കമൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, അല്ലാഹുവിന്റെ മലായികത്തിലും അല്ലാഹുവിലും മലായികത്തിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകരിലും വിശ്വസിച്ചവനെ പോലെയുള്ള പ്രതിഫലം അവന് നൽകപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട നാം ഉദ്ദേശിക്കുന്നവരെ അറിയിക്കുകയാണ്. മാത്രമല്ല അവന് 100 ഷഹീദിന്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം നൽകപ്പെടുമെന്ന് ഒരൊറ്റ പ്രാവശ്യം എന്ന സൂറത്ത് ഓതിയാൽ 100 ഷഹീദിന്റെ കൂലി 100 ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന്. അപ്പോൾ അത്ര വലിയ മഹാത്മ്യം ആ സൂറത്തിനുണ്ട് എന്നുള്ളത് ഇത്ര മനുഷ്യர்கள் നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അതിന്റെ പാരായണം എത്രമാത്രം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയേറെ നമുക്കതിന് പ്രാധാന്യം ലഭിക്കും. ദുനിയവിയും മുഖവിയുമായ ഇഹപര വിജയത്തിന്റെ നിദാനമായി നമുക്കത് മാറാൻ കഴിയും. അല്ലാഹു നമുക്ക് സൗകര്യപ്പെടുത്തുന്നതാണ്. ബഹുമാനപ്പെട്ട ഈ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒരു സംഭവം ഇങ്ങനെ ഉദ്ധരിക്കുന്നത് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവർ കടന്നു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ബുധനാണല്ലോ കടന്നു വരുന്നത് എന്ന് വലിയ പരിചയമുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ബുധനില കടന്നു വരുന്ന നബിയെന്ന് ചോദിച്ചു. നമ്മൾ ചോദിക്കുകയാണ്, അവ താഴ്ചയും നിങ്ങൾ മലായിക്കല്ലേ, നിങ്ങൾക്ക് മലായിക്കത്തിന് ഇങ്ങനെ അബൂബക്കറിനെ അറിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിക്കുക. നിങ്ങൾ എങ്ങനെ അബൂബക്കറിനെ അറിയുമോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അബൂബക്കർ എന്ന ഈ വ്യക്തി അദ്ദേഹം അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും പ്രസിദ്ധനാണ്. അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ എത്രമാത്രം പ്രസിദ്ധനാണോ അതിനേക്കാളേറെ അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ പ്രസിദ്ധനാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അബൂബക്കറിനെ അറിയുമോ എന്ന് നബിയെ, അബൂബക്കറിനെ നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ ഞങ്ങൾക്കറിയാമെന്ന്, അബൂബക്കറിനെ നിങ്ങൾക്കറിയുന്നതിനേക്കാളേറെ ഞങ്ങൾക്കറിയാമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പോലും ഇത്ര വലിയ സ്ഥാനം അബൂബക്കറിന് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അബൂബക്കർ ധാരാളമായി സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു. സൂറത്ത് അധികരിച്ചോട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഭൂമി ലോകത്ത് അബൂബക്കർ പ്രസിദ്ധനാണ് എന്നതിനേക്കാളേറെ ആകാശ ലോകത്ത് അദ്ദേഹം പ്രസിദ്ധനായതിന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയായിരുന്നു. അപ്പോൾ എത്ര പ്രാവശ്യം ആവർക്ക് തോന്നാൻ സാധിക്കുമോ അത്രയേറെ നമ്മുടെ പദവി വർദ്ധിക്കുമെന്നാണ് അർത്ഥം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസിൽ കാണാം, ഞങ്ങൾ തബൂക്കിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങളുടെ മക്കൾ തബൂക്കിലാണ് സംഭവം. തബൂക്കിൽ നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴി ചുരുക്കി കൊടുക്കണം, ഭൂമി ചുരുക്കി കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. സംഭവം വിശദീകരിക്കുന്നത് അന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യന്റെ കിരണങ്ങൾ കാണുന്നില്ല, രശ്മികൾ കാണുന്നില്ല. അന്ന് സൂര്യൻ ഉദിക്കുന്നു എന്ന് മാത്രം, സൂര്യന്റെ പ്രകാശം അനുഭവിക്കുന്നില്ല, സൂര്യരശ്മികൾ അനുഭവിക്കുന്നില്ല, ചൂട് അനുഭവിക്കുന്നില്ല. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ ഇതുപോലെ സൂര്യനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഇതുപോലെ സൂര്യനെ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടേയില്ല. ആ സമയത്ത് പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് വിവരം പറയുകയാണ്, നബിയെ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട് എന്ന്. ഞങ്ങൾ 70,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ജനാബനിസ്കരിക്കുവാൻ ആകാശലോകത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് സൂര്യൻ പ്രകാശം കാണാത്തതും സൂര്യന് ചൂട് അനുഭവിക്കാൻ കഴിയാത്തതുമൊക്കെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്. 70,000 മലക്കുകൾ
ഇറങ്ങി വന്നു. അദ്ദേഹത്തിന് നിസ്കരിക്കാനായി ആകാശലോകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബിമ ബലഗമാ ബലഗ, എങ്ങനെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ പദവി ലഭിച്ചത്? ബിമ ബലഗമാ ബലഗ, എങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു, എങ്ങനെ അദ്ദേഹത്തിന്റെ കരസ്ഥമാക്കിയെന്ന് ചോദിച്ചപ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കാന യുഹിബ്ബു സൂറത്തുൽ ഇഖ്ലാസ്, നബിയെ അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസിനെ ധാരാളമായി സ്നേഹിച്ചിരുന്നു എന്ന്. കാന യുഹിബ്ബു അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രകൃതിയായിരുന്നു ഈ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുക എന്നത്. നിരന്തരമായി അദ്ദേഹം അതിനെ ഓർമ്മയായിരുന്നു. എല്ലാ സമയങ്ങളിലും അദ്ദേഹം അത് പാരായണം ചെയ്യുമായിരുന്നു, അതിനെ വർദ്ധിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നബിയെ അദ്ദേഹത്തിന് ഇത്ര വലിയ പദവി ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അതുപോലെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ, മഹ്ഫിറത്ത് ലഭിക്കാൻ ഏറ്റവും വലിയ വഴിയായി കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ ബഹുമാനപ്പെട്ട ഉലമാവ് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖലൽ മസ്ജിദ, ഒരു പള്ളിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോ ഹബീബായ നബി കേൾക്കുന്നു, റജുലൻ യദഉ വയഖൂലു, ഒരു മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അസ്അലുക യാ അല്ലാഹ്, അസ്അലുക യാ അല്ലാഹ്, യാ അഹദ്, യാ സമദ്, യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ശേഷം അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു. യാ അല്ലാഹു യാ അഹദ്, യാ അഹദായ അല്ലാഹു, യാ സമദ്, സമദായ അല്ലാഹു, യാ മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഇങ്ങനെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അപ്പൊ അല്ലാഹുവിനോട് ചോദിക്കാറ്, അല്ലാഹു മഹ്ഫിറത്ത് തരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ടാണല്ലോ സാധാരണ നാം ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇഖ്ലാസ് സൂറത്ത് ഓതുക എന്നുള്ളത് പതിവായി നാം ചെയ്യാറുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ മഹ്ഫിറത്ത് ലഭിക്കാൻ, ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും സബബായി മാറുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ ഒരു മനുഷ്യനെ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദാരിദ്ര്യത്തെക്കുറിച്ച്, ഫഖറിനെ കുറിച്ച് അദ്ദേഹം പരാതി പറയുകയാണ്. നബിയെ വലിയ വിഷമം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ വന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബിയോട് അദ്ദേഹം പരാതി പറഞ്ഞാൽ നബിയെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നു, എന്റെ കുടുംബം പ്രയാസത്തിലാണ്, എന്റെ ജീവിതം പ്രയാസത്തിലാണ്, വലിയ വിഷമം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഒരു പരിഹാരമായി പറഞ്ഞു കൊടുത്തത്, മനുഷ്യ സഹോദര, നീന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ നീ സലാം പറഞ്ഞോളൂ, നീ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ നീ സലാം പറയണം. അതല്ല വീട്ടിലാരുമില്ല എങ്കിൽ വീട്ടിലൊരാളുമില്ല എങ്കിൽ പത്തനെയും ആരാധിപ്പിക്കാം, സ്വയം ശരീരത്തിന് നീ സലാം പറഞ്ഞോളൂ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒറ്റ പ്രാവശ്യം ഞാൻ ഓതിയാൽ നീ ഓതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബായ നബി പറഞ്ഞാൽ കൂടെയാണ്. ഈ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. വീട്ടിൽ കയറി സലാം പറഞ്ഞു, ഒരു പ്രാവശ്യം ഓതി. എന്നിട്ട് ശേഷം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അദ്ദേഹത്തിന് അല്ലാഹു ധാരാളമായി സമ്പത്ത് കൊടുത്തു. എത്രത്തോളം ചോദിച്ചാൽ അപാല അലാ ജീറാനി, അദ്ദേഹത്തിന്റെ സമ്പത്ത് പിന്നീട് അദ്ദേഹം തന്റെ അയൽവാസികൾക്കൊക്കെ ചൊരിഞ്ഞു കൊടുത്തു. അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടുവോളം സമ്പത്ത് അദ്ദേഹം കൊടുത്തു. അത്ര വലിയ ധനാഢ്യനായി പിന്നീട് അദ്ദേഹം മാറുകയില്ലായി എന്ന്. അപ്പോൾ എന്ന സൂറത്ത് പരിവർത്തന ആളുകൾക്ക് ദാരിദ്ര്യം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമാവ് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. എത്രമാത്രം നമുക്ക് ആവർത്തിക്കാൻ കഴിയുമോ അത്രയേറെ മഹത്വം നമുക്ക് അതിന്റെ മേൽ കരസ്ഥമാക്കാൻ സാധിക്കും.
100 പ്രാവശ്യം ഓതാൻ കഴിഞ്ഞാൽ അതിന് വലിയ പദവിയുണ്ട് എന്ന്, വലിയ മഹത്വമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തലപ്പിനെ ഉദ്ധരിച്ചോടെ ഹദീസിലാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അനസ് റളിയല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ കുല്ല യൗമിൻ മിഅത്തൈ മറത്തൻ, ആരെങ്കിലും 200 പ്രാവശ്യം ഒരു ദിവസം ഓതുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 200 പ്രാവശ്യം ഓതിയാൽ 200 പ്രാവശ്യം ഓതിയാൽ മുഹ്യ അൻഹു ദുനൂബു 50 സന, 50 വർഷത്തെ പാപങ്ങൾ അവനെ പൊറുക്കപ്പെടുമെന്ന്. 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ 200 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. അപ്പോൾ എത്രയാണോ നമ്മൾ അതിനെ ആലോചിക്കുന്നത് അത്രയേറെ പദവി, അത്രയേറെ മഹത്വം കരസ്ഥമാക്കാൻ സാധിക്കും. മാത്രമല്ല പിന്നീട് പറഞ്ഞത് ഈ ഒറ്റ രാത്രിയിൽ അവൻ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യനാമ അലാ ഫിറാശിഹി, ആരെങ്കിലും തന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ കിടന്നുറങ്ങട്ടെ, അതായത് അവന്റെ വലതു ഭാഗത്തേക്ക് കിടക്കട്ടെ. പിന്നീട് അവൻ 100 പ്രാവശ്യം സൂറത്തോതിയാൽ എന്റെ അതിനെ അദ്ദേഹത്തെ നീ പ്രവേശിച്ചോ, നീ പ്രവേശിക്കുകയായി സ്വർഗത്തിലേക്ക് നിന്റെ വലതുവശത്തിലൂടെ പ്രവേശിച്ചോളൂ എന്ന് അല്ലാഹു പറയുമെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 100 പ്രാവശ്യം ഓടിയാൽ അന്ത്യനാളിൽ അല്ലാഹുവിനോട് വിളിച്ചു പറഞ്ഞ നീ പ്രവേശിച്ചാലായ നീ നിന്റെ വലതുഭാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയുമെന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുകയാണ്. എത്ര പ്രാവശ്യം നമുക്ക് ഓടാൻ കഴിയുമോ അത്രയേറെ പദവികൾ 2 ലോകത്തും നമുക്കത് കരസ്ഥമാക്കാൻ കഴിയുമെന്ന്. സൂറത്തുൽ ഇഖ്ലാസിന് 200 പേരുകൾ ബഹുമാനപ്പെട്ട ഉലമാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. 20 പേരുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. 20 പേരുകൾ എന്ന് വെച്ചാൽ ഓരോ പേരിന്റെയും അർത്ഥവും വ്യാപ്തിയും അതിന്റെ മഹത്വവും അറിയിക്കുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്നൊരു പേരുണ്ടല്ലോ. സൂറത്തുൽ ഇഖ്ലാസ് എന്നാൽ അല്ലാഹുവിന്റെ തനി തൗഹീദ്, കലർപ്പില്ലാത്ത തൗഹീദ് അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എന്നതിനെ പറയുന്നു. അതുപോലെ സൂറത്തുൻ നജ എന്നും ഇതിന് പേരുണ്ട്. സൂറത്തുൻ നജ എന്ന പേര് വെക്കാൻ കാരണമായി ബഹുമാനപ്പെട്ട ഉലമാ വിശദീകരിക്കുന്നത് അത് നിന്നെ രക്ഷപ്പെടുത്തണം. നജാത്ത് എന്നാൽ രക്ഷ എന്നാണല്ലോ. നിന്നെ രക്ഷപ്പെടുത്തും ഈ ഭൗതിക ലോകത്തിൽ കുഫ്രിനെ തൊട്ട്, കുഫ്രിന്റെ വിശ്വാസം, അതുപോലെ അല്ലാഹുവിന്റെ തൗഹീദല്ലാത്ത ഏകദൈവ വിശ്വാസമല്ലാത്ത മറ്റു വിശ്വാസങ്ങൾ നിന്നെ രക്ഷിക്കും. മാത്രമല്ല അതുവഴി ആഖിറത്തിൽ നിന്നെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും. അതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് എന്നതുകൊണ്ട് സൂറത്തുൽ നജാ എന്ന പേര് പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ വിലായ എന്നും പേര് പറയുന്നുണ്ട്. സൂറത്തുൽ വിലായ എന്ന് പേര് പറയാനുള്ള കാരണമായി ഉലമാ വിശദീകരിച്ചത് ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവനായി മാറുന്നു. നിരന്തരമായി സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയ ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടുപോകും. അതിന് സാധ്യത വളരെ കൂടുതലുണ്ട് എന്നതുകൊണ്ട് സൂറത്തുൽ വിലായ എന്നും സൂറത്തുൽ ഇഖ്ലാസിന്റെ പേര് ബഹുമാനപ്പെട്ട ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ മാഇദ എന്ന മറ്റൊരു പേരിലാണ്. സൂറത്തുൽ മാഇദ എന്ന് പേര് കൊടുക്കാനുള്ള കാരണം അല്ലാഹുവിനെ കുറിച്ച് അറിയുക എന്ന സംഗതി ഈ സൂറത്തിനെ അറിയക്കൊണ്ട് മാത്രമേ അല്ലാഹുവിനെ അറിയുക എന്നത് പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലാഹുവിനെ അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് കൂടാതെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് പൂർത്തിയാക്കില്ല. അതുകൊണ്ട് സൂറത്തുൽ മഅരിഫത്തിന്റെ സൂറത്ത്, അറിയുന്ന സൂറത്ത് എന്നും ഈ സൂറത്തിന്റെ ബഹുമാനപ്പെട്ട ഉലമാ പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ അഖ്സാസ് എന്ന് മറ്റൊരു പേര് കാണാവുന്നത്. എന്താണ് സൂറത്തുൽ ഓരോ പേരുകളും ഇതിന്റെ മഹാത്മ്യമാണ് നമ്മെ അറിയിക്കുന്നത്. എന്താണ് സൂറത്തുൽ അഖ്സാസ് എന്നതിന് പേര് കൊടുക്കാൻ കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 7
ആകാശങ്ങളും അർദ്ധൂന, അതുപോലെ ഭൂമികളുമൊക്കെ, ഭൂമിയും ആകാശവുമൊക്കെ അടിത്തറയിടപ്പെട്ടിരിക്കുന്നു, അതൊക്കെ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നു. അലാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ മേൽ അതിനെ കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ആകാശഭൂമികൾ മുഴുവനും താങ്ങി വെക്കുന്ന സൂറത്താകുന്നു, അതിന്റെ അടിത്തറയാകുന്നു എന്ന്. അതുകൊണ്ട് അതിന് സൂറത്തുൽ അഹ്സാബ് എന്നും പേര് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സൂറത്തുൽ മാനിഅ എന്നും സൂറത്തുൽ അഹ്സാബ് എന്ന ഒരു പേര് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു തആല ഖാല, തീർച്ചയായും അല്ലാഹു തആല പറഞ്ഞു, ഹിയൽ മാനിഅ, സൂറത്തുൽ ഇഖ്ലാസ് അത് മാനിഅത്താവുന്നു എന്ന്. ഹിയൽ മാനിഅ, സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ മാനിഅയാകുന്നു. എന്താണ് മനസ്സിലാക്കുക എന്നാൽ തടയുന്നു എന്നാണ്. തടയുന്ന സൂറത്താവുന്നു. എന്തൊക്കെ തടയുന്നു? തമിഴ്നാടു അത് വിലങ്ങുന്നു. അതാത് കബറിന്റെ ആരാധന തടഞ്ഞു നിർത്തുന്നു. കബറിന്റെ ശിക്ഷയെ അത് തടഞ്ഞു നിർത്തുന്നു. അതുപോലെ നരകത്തിന്റെ ശിക്ഷയെയും അത് തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് സൂറത്തിൽ മാനിഅ തടഞ്ഞു നിർത്തുന്ന സൂറത്ത് എന്നും സൂറത്തുൽ ഇഖ്ലാസിന്റെ പേരാണ്. നിരന്തരമായി സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്ന ആളുകളെ അവർക്ക് നരക ശിക്ഷയോ കബറിന്റെ ശിക്ഷയോ അനുഭവിക്കേണ്ടി വരില്ല എന്നർത്ഥം. സൂറത്തുൽ മഹ്ശർ എന്ന മറ്റൊരു പേര് കാണാം. കാരണം സൂറത്തുൽ മഹ്ശർ എന്ന പേര് ഇത് ഹാജരാകുന്ന സാന്നിധ്യത്തിലുണ്ടാകുന്ന സൂറത്ത്, സാന്നിധ്യത്തിന്റെ സദസ്സിന്റെ അല്ലെങ്കിൽ അവിടെ സാന്നിധ്യം അത് അറിയിക്കുന്ന സൂറത്ത് എന്നർത്ഥം. അങ്ങനെ സൂറത്തിന് പേര് വെക്കാനുള്ള കാരണമായി ഉലമാ വിശദീകരിച്ചത് തീർച്ചയായും മലായിക്കത്ത് അറിയിക്കുന്ന സൂറത്ത് എന്നർത്ഥം. അങ്ങനെ സൂറത്തിന് പേര് വെക്കാനുള്ള കാരണമായി ഉലമായിക്കത്ത് അറിയുന്നു എങ്കിൽ അതിനെ പതിവാക്കുന്ന ആളുകളെ ആ സൂറത്ത് ചേർക്കാൻ വേണ്ടി മലായിക്കത്ത് സന്നിഹിതരാകുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് സൂറത്തുൽ മഹ്ശർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അതുപോലെ സൂറത്തിൽ മംഫറ എന്ന സൂറത്തിന് പേരുണ്ട്. മംഫറ എന്നാൽ ഓടുന്ന സ്ഥലം എന്ന, ഓടുന്നത് എന്താണ് കാരണമെന്ന് വെച്ചാൽ എന്ന ശൈത്താന ശൈത്താൻ അത് ഈ സൂറത്തിൽ ഇഖ്ലാസ് ഓടുന്ന സ്ഥലത്തിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുന്നു എന്നതുകൊണ്ടാണ് അതിന് മംഫറ എന്ന പേര് വെച്ചിട്ടുള്ളത്. സൂറത്തുൽ ബറാഅ എന്ന പേരുണ്ട്. സൂറത്തുൽ ബറാഅ എന്ന പേര് വെക്കാനുള്ള കാരണം ഇത് പതിവാക്കിയ ആളുകൾക്ക് അവർക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്നതുകൊണ്ട് സൂറത്തുൽ ബറാഅ എന്നും പേരുണ്ട്. അതുപോലെ നിരവധി പേരുകൾ. സൂറത്തുൽ നൂർ എന്ന സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പേരുണ്ട്. എന്തുകൊണ്ടാണ് സൂറത്തുൽ നൂർ എന്ന് പേര് വെക്കാൻ കാരണം? ആ സൂറത്ത് നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിന് സൂറത്തുൽ നൂർ എന്ന പേരുണ്ട്. ഓരോ പേരുകളും ഇതിന്റെ മഹാത്മ്യത്തെയാണ് അറിയിക്കുന്നത്, ഇതിന്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. പതിവാക്കിയ ആളുകളുടെ ഹൃദയം പ്രകാശിക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുവിനും ഒരു പ്രകാശമുണ്ട്. ഇന്നലി കുല്ലി ശൈഇൻ നൂർ, ഓരോ വസ്തുവിനും ഓരോ പ്രകാശങ്ങളുണ്ട്. ആ നൂറുൽ ഖുർആനി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുർആനിന്റെ പ്രകാശം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതാകുന്നു. അതുപോലെ സൂറത്തുൽ അമാൻ എന്ന മറ്റൊരു പേര് കാണാം. നമ്മുടെ സമയം അവസാനിപ്പിച്ചതുകൊണ്ട് മറ്റു പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എന്നത് ഇത്ര വലിയ മഹത്വമേറിയ സൂറത്താകുന്നു. ഇത്ര വലിയ മഹത്വമേറിയ സൂറത്താണ്. അത് മാത്രമല്ല, അതിനെ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇഹപര വിജയത്തിന് അടിസ്ഥാനമായി നിദാനമായി അത് മാറുമെന്നും അന്ന് ഈ ബഹുമാനപ്പെട്ട ഉലമാ നമ്മെ അറിയിക്കുകയാണ്. എത്രമാത്രം നമുക്കതിനെ ആവർത്തിക്കാൻ കഴിയുമോ, മാത്രം പതിവാക്കാൻ കഴിയുമോ അത്ര പതിവാക്കിയാൽ നമുക്ക് അത്രയേറെ ഗുണം ചെയ്യും എന്നത് മാത്രമാണ്. ഇത് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ അടിസ്ഥാനമായ ഈ സൂറത്തിൽ മനസ്സിലാക്കിയതോടുകൂടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന തൗഹീദിന്റെ ഈ ആധുനിക തൗഹീദുകളൊക്കെ ഇല്ലാതെയാക്കാനും അത്തരം വിശ്വാസങ്ങൾ ശരീരത്തെ മനസ്സിലാക്കുവാനും ഏതൊരു സാധാരണ ബുദ്ധിക്കും സാധിക്കുമെന്നതാണ് സൂറത്ത് തൗഹീദിന്റെ ഏറ്റവും വലിയ സന്ദേശം. അല്ലാഹു നാം ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറത്തുൽ ഇഖ്ലാസിനെ എന്നതുപോലെ സ്നേഹിക്കുവാനും സൂറത്തുൽ ഇഖ്ലാസ് വഴി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ പഠിപ്പിച്ചതുപോലെ അല്ലാത്ത തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ ഉൽജാന്തകളായി നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ തൗഹീദ് യഥാർത്ഥത്തിൽ വിശ്വസിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള സമ്മേളനത്തിലുള്ളമാരുടെ നമ്മുടെ അഭിമന്യനായ ഉലമാ നമുക്ക് വേണ്ടി പാടുപെട്ടില്ലാതെ വിശ്വാസങ്ങളെ ബഹുമാനപ്പെട്ട ഉലമാ നമ്മിൽ നിന്നും പല
കൊടുക്കട്ടെ. നമുക്ക് വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച യാപദം തന്നെ അഭിമാനിച്ച് യാപദം തന്നെ നമ്മെ നാമാക്കുവാനായി പാടുപെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാവിനും നമ്മുടെ സാധാരണകൾക്കും നമുക്ക് നൽകട്ടെ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരോടൊന്നിച്ച് നമ്മയും സ്വർഗത്തിൽ കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നാം നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഇവിടെ പറയുകയോ കേൾക്കുകയോ പ്രവർത്തിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും അടിസ്ഥാന കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ പൂർവികരായുള്ള അവർക്ക് ദുനിയാവിയായ ജീവിതത്തിൽ പക്ഷേ വേണ്ടതുപോലെ നേരം പോലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഒരു ദിവസം പോലും അന്ത്യടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലാഹു സുഖകരമായ ഉറക്കം, ചെറിയ ഉറക്കം അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഹർക്കാത്തുകൾ മുഴുവനും അവരുടെ പാരസ്പരിക ദരജകളെ ഉത്തരവിയായ ദരജകൾ എത്തിക്കൊടുക്കാനുള്ള കാരണമായി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മയൊക്കെ അവരുടെ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.